ഹലോ ഫ്രണ്ട്സ്, കല്യാണ വിശേഷങ്ങളിലെ സൽക്കാര വീഡിയോ ആണിന്ന്. സോ വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ വളരെ ഭംഗിയായിട്ട് നടന്ന ആവനൻ്റെയും ചിഞ്ചുവിൻ്റെയും വെഡ്ഡിങ് വിശേഷങ്ങൾ കുറേ ആയിട്ട് ഞാനിങ്ങനെ ഓരോ സീരീസ് പോലെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് അവർ വീട്ടിലേക്ക് സൽക്കാരത്തിനായിട്ട് വന്നതും പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചതും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ഫാമിലി കണ്ടൻറ്റാണ്. അതും കൂടി കാണാം. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണും ചെക്കനും കൂടി ആദ്യമായിട്ട് വിരുന്ന് വരേണ്ടത് പെണ്ണിൻ്റെ വീട്ടിലേക്കാണെന്നുള്ളത് ഒരു കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന ചടങ്ങാണ്. അപ്പോൾ ആസ് യൂഷ്വൽ അത് ഇവിടെയും നടന്നു. അപ്പോൾ ആദ്യമായിട്ട് ചിഞ്ചു സൽക്കാരോ അല്ലെങ്കിൽ ഒരു വിരുന്ന് സൽക്കാരത്തിനായിട്ട് വന്നത് ചിഞ്ചുൻ്റെ വീട്ടിലേക്ക് തന്നെയാണ്. അപ്പോൾ വന്ന് കയറിയിട്ട് അച്ഛനും അമ്മയും എല്ലാവരും കൂടി അനുഗ്രഹിക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇവിടുന്ന് ഇവർക്ക് പാലും പഴമൊക്കെ കൊടുത്തിട്ട് ആ ഒരു സ്വീകരിക്കുന്നൊരു മൊമെൻറ്റും കൂടി ഉണ്ട് ഇപ്പോൾ. കുറച്ച് അടുത്ത ബന്ധുക്കളൊക്കെ തലയിൽ അരിയിട്ട് അനുഗ്രഹിക്കുകയും പിന്നീട് പാല് കൊടുത്തിട്ട് അവരെ സ്വീകരിക്കുന്ന പാല് കുറച്ച് നമ്മൾ ഫസ്റ്റ് നൈറ്റിലൊക്കെ സ്ഥിരം ക്ലീഷേ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. പാല് പകുതി കുടിക്കുക, അങ്ങനെ വെക്കുക, പിന്നെ പഴം കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ട്രഡീഷണൽ രീതികളാണ്. അപ്പോൾ ഇപ്പം കല്യാണം നമ്മൾ എത്ര മോഡേണായിട്ട് മാറിയാലും ഇപ്പോഴും ഇതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. രസമല്ലേ ഇതൊക്കെ? ജീവിതത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെയൊക്കെ പോട്ടെ. ഇതൊക്കെ നമ്മുടെ തലമുറയിൽ നമ്മുടെ ഒരു പൂർവികർ അല്ലെങ്കിൽ നമുക്ക് തലപൂത്തവരുണ്ടാകുമ്പോൾ മാത്രമല്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത ജനറേഷന് ഈ ആചാരങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് തന്നെ ഡൗട്ടാണ് കേട്ടോ. ഇപ്പോഴൊക്കെ എല്ലാവരും ഒരു സിമ്പിൾ വെഡ്ഡിങ് വിശേഷങ്ങളിലേക്കൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് നല്ലത്. പക്ഷെ ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആചരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ചെറിയ ചായ സൽക്കാരത്തിലേക്ക് ഒക്കെ പോയി. അപ്പം പ്ലേറ്റിൽ നിറച്ച് അല്ലെങ്കിൽ മേശ നിറയെ കുറേ കൊച്ചു വിഭവങ്ങളാണ്. ഉണ്ണിയപ്പം, പഴംപൊരി, ബിസ്ക്കറ്റ്, ലഡ്ഡു, പഴം, കേക്ക് അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഒരു ചായ പരിപാടിയിലെ സ്ഥിരം അതിഥികൾ തന്നെയാണ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഗസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾ തന്നെ എല്ലാവരും കൂടി ഇരുന്ന് നമുക്കൊരു അംഗൻവാടി തുടങ്ങേണ്ട കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ എല്ലാവരും അമ്മയുടെ ഫാമിലിയിലെ കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ഒരേ ഏജും എല്ലാവരും ഒരുപോലെയാണ്. പിന്നെ രമ്യ ആൻറ്റി ഇവർക്കൊരു ഗിഫ്റ്റ് കൊടുത്തതാണ്, ഒരു ഫോട്ടോ ഫ്രെയിം. ഇവരുടെ കല്യാണ ഫോട്ടോ അപ്പം തന്നെ പറഞ്ഞിട്ട് ഒരു നല്ലൊരു കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചൊരു 1 വീക്കിനുള്ളിൽ തന്നെ നല്ലൊരു ഫോട്ടോ കിട്ടി എന്നുള്ളത് നല്ല കാര്യമാണ്. അപ്പോൾ അത് അവർക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്.
പിന്നെ നമ്മുടെ യഥാർത്ഥ വിരുന്ന് സൽക്കാരമാണ്. ബിരിയാണിയാണ് അവർക്ക് ഉച്ചയ്ക്ക് ഫുഡിനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കഴിച്ചു. പെട്ടെന്ന് തന്നെ പോയി കേട്ടോ. അങ്ങനെ അധികം നേരമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഗസ്റ്റും ഉണ്ടായിരുന്നില്ല. ഒരു 5 പേര് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അവർ. പിന്നെ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരുന്നതാണ് കേട്ടോ, എൻ്റെ അനിയത്തിമാർ. അതൊക്കെ കഴിഞ്ഞിട്ട് അവർ ഞങ്ങളുടെ വീട്ടിലേക്ക്, അതായത് ദീപം ഹോം, ഞങ്ങളുടെ ഈ വീട്ടിലേക്കും കൂടി വിരുന്ന് വരുന്ന സംഭവം കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ആദ്യമായിട്ടുള്ള വെൽക്കം ഡ്രിങ്ക് നമ്മൾ വാട്ടർമെലൺ മൊജീറ്റോ ആണ് കൊടുത്തിരിക്കുന്നത്. രസമായിരുന്നു അത്. നല്ലൊരു ടേസ്റ്റി സംഭവമായിരുന്നു. നമ്മൾ സ്പ്രൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട്, ഉണ്ണിയേട്ടനാണ് കേട്ടോ ഇതുണ്ടാക്കിയത്. നമ്മുടെ കാവ്യയുടെ ഉണ്ണിയേട്ടനാണ് അത് ഉണ്ടാക്കിയത്. അപ്പോൾ അത് കുടിക്കാനായിട്ട് കൊടുക്കുമായിരുന്നു. ഇതൊക്കെ ഒരു രസമല്ലേ ജീവിതത്തിൽ. എൻ്റെ ഫാമിലിയിൽ നടന്ന വെഡ്ഡിങ് വിശേഷമാണ്. അപ്പോൾ ഈ ചിഞ്ചു എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയിൽ ലാസ്റ്റിലെ കുട്ടിയാണ്. അതായത് ഇളയമ്മയുടെ ഇനിയിപ്പം കുറേ വർഷം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കൊരു വെഡ്ഡിങ് ഉള്ളൂ. അമ്മയുടെ ഫാമിലിയിൽ ഇളയമ്മയുടെ മക്കളിലൊക്കെ ഇനി ലാസ്റ്റുള്ള കുട്ടിയായിരുന്നു ചിഞ്ചു, ശ്രീജന. ഇനി അടുത്തൊന്നും വേറെ കല്യാണം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ മാക്സിമം അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വീഡിയോസും പകർത്താൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചത്. അപ്പോൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വീട്ടിലേക്ക് വിരുന്ന് പോയതിന് ശേഷം വന്നത് ഞങ്ങളുടെ വീട്ടിലേക്കാണ് ഇവർ ആദ്യമായിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു സൽക്കാരം കൂടിയാണ് ഇവർക്ക്. എല്ലാവരും ഉണ്ടായിരുന്നു, ഏട്ടനും മാളും കാവ്യയും ഉണ്ണേട്ടനും. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് വന്ന് കുറേ നേരം വിശേഷങ്ങളൊക്കെ പറയാനൊക്കെ പറ്റി. നമ്മൾ വിരുന്നിനായിട്ട് കൊടുത്തത് ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കിയ നീർദോശ, നെയ്പ്പത്തിരി, ചായ, പിന്നെ എൻ്റെ വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു. ഞാനാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു. Thank you.